Hi dear friends, Daily Hindi with Hindi Plus-ന്റെ 25th 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലैंग्वेज अकेडमी कोर्स कोऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखेंगे मैं और हम से बनने वाले सिंपल पास्ट टेंस वाले सेंटेंसेस. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കുറച്ച് സെൻറ്റൻസസ് ആണ്. അതായത് ഭൂതകാലം, നമ്മൾ മലയാളത്തിൽ ഭൂതകാലം എന്ന് പറയും, അതിൽ കഴിഞ്ഞു പോയ കാലം, അതിലെ കുറച്ച് സെൻറ്റൻസസ് ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതൊരു റുട്ടീൻ അതുപോലെ നോക്കാം നമുക്ക്, അല്ലേ? ഇപ്പം ഞാൻ 10 മണിക്ക് ഉറങ്ങി. मैं 10 बजे सोई थी അല്ലെങ്കിൽ मैं 10 बजे सोया था. ഓക്കെ, വൺസ് മോർ. मैं 10 बजे सोई थी ഫീമെയിൽ ആകുമ്പോൾ, मैं 10 बजे सोया था മെയിൽ ആകുമ്പോൾ. ഓക്കെ, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. मैं सुबह 5 बजे उठी थी एंड मैं सुबह 5 बजे उठा था. ഫീമെയിൽ ആകുമ്പോൾ उठी थी, മെയിൽ ആകുമ്പോൾ उठा था. ഓക്കെ, ഞാൻ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. मैंने 7 बजे नाश्ता किया. मैंने 7 बजे नाश्ता किया. ഇത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് मैंने 7 बजे नाश्ता किया അല്ലെങ്കിൽ मैंने सुबह 7 बजे नाश्ता किया എന്ന് പറയാം. ഓക്കെ, ഞാൻ 10 മണിക്ക് ഓഫീസിലെത്തി. मैं 10 बजे ऑफिस पहुंच गई. मैं 10 बजे ऑफिस पहुंच गया എന്ന് പറഞ്ഞാൽ മെയിൽ ആകുമ്പോൾ पहुंच गया, ഫീമെയിൽ ആകുമ്പോൾ पहुंच गई. ഓക്കെ, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു. मैंने न्यूज़पेपर पढ़ा. मैंने न्यूज़पेपर पढ़ा. ഇത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും സെയിം ആണ് പറയേണ്ടത്. मैंने न्यूज़पेपर पढ़ा. ഓക്കെ, ഞാൻ മൂവി കണ്ടു. मैंने मूवी देखी. मैंने मूवी देखी. മെയിൽ ആണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ യു വിൽ സേ मैंने मूवी देखी. ഞാൻ കണ്ടു എന്നാണ്, അപ്പം मैंने मूवी देखी. ഓക്കെ, ഞാൻ ജ്യൂസ് കുടിച്ചു. मैंने जूस पिया. मैंने जूस पिया. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്കുലിൻ നൗൺ ആണ്, അതുകൊണ്ട് നമ്മൾ ജ്യൂസ് പിയ എന്നാണ് വരാം. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. मैंने नाश्ता किया. मैंने नाश्ता किया അല്ലെങ്കിൽ मैंने नाश्ता खाया എന്ന് കുറച്ച് എന്താ പറയുക, അൺയൂഷ്വൽ ആണ്, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യൂല. കിയ എന്നാണ് പറയാം. मैंने नाश्ता किया, मैंने खाना खाया എന്നാണ് വരാം. ഓക്കെ, ഞാൻ വെള്ളം കുടിച്ചു. मैंने पानी पिया. പാനിയും മാസ്കുലിൻ നൗൺ ആണ്, അതുകൊണ്ട് मैंने पानी पिया. ഓക്കെ, ഞാൻ 5 മണിക്ക് ഓഫീസിൽ നിന്നും തിരിച്ചു പോന്നു. मैं शाम को 5 बजे ऑफिस से निकल गया. मैं शाम को 5 बजे ऑफिस से निकल गई എന്ന് പറയാം. ഓക്കെ, ഞാൻ ഈവനിങ്ങിൽ പുറത്തു പോയി, വൈകുന്നേരം പുറത്തു പോയി. मैं शाम को बाहर गई थी അല്ലെങ്കിൽ मैं शाम को बाहर गई എന്ന് പറയാം. ഇനി മെയിലാകുമ്പോൾ मैं शाम को बाहर गया था അല്ലെങ്കിൽ मैं शाम को बाहर गया എന്ന് പറയാം. मैं ആണ് വരാം കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. मैं अपने दोस्तों से मिली और मैं अपने दोस्तों से मिला. ഓക്കെ, ഞാനൊരു മൂവി കണ്ടു. मैंने एक मूवी देखी. मैंने एक मूवी देखी. നാ മൂവി ഈസ് എ ഫെമിനിൻ നൗൺ, അതുകൊണ്ടാണ് ഫിലിം ആകുമ്പോഴും ദേഖി എന്ന് തന്നെയാണ്. ഫിലിം ദേഖി, മൂവി ദേഖി, ഇതൊക്കെ ഫെമിനിൻ നൗൺ ആയതുകൊണ്ടാണ് ദേഖി എന്ന് വരുന്നത്. ഇപ്പം സീരീസ് കണ്ടു എന്നാണെങ്കിലും ദേഖി എന്ന് തന്നെ വരാം. ഞാനൊരു ഡോഗിനെ കണ്ടു, മേനെ കുത്തേക്കോ ദേഖാന്നാണ് വരാം. അപ്പോൾ അത് മാസ്കുലിൻ നൗൺ ആകുമ്പോൾ ദേഖാന്നാവും, ഫെമിനിൻ നൗൺ ആകുമ്പോൾ ദേഖി എന്നാവും. അപ്പോൾ അവിടെ ഒരു ചേഞ്ചസ് വരും. ഓക്കെ, ഞാൻ 11 മണിക്ക് ഉറങ്ങി. मैं 11 बजे सोया അല്ലെങ്കിൽ मैं 11 बजे सोई ഫീമെയിൽ ആകുമ്പോൾ. ഓക്കെ, നമുക്കിത് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു അല്ലെങ്കിൽ ഉണർന്നു. मैं 7 बजे उठी. मैं आज सुबह 7 बजे उठी എന്ന് പറയാം. मैं आज सुबह 7 बजे उठा എന്ന് പറയാം if you are a male. ഓക്കെ, ഞാൻ ചായ കുടിച്ചു. मैंने चाय पी. നൗ നമ്മൾ പറഞ്ഞില്ല ജ്യൂസ്, പാനി, ഇതൊക്കെ മാസ്കുലിൻ നൗൺ ആയതുകൊണ്ടാണ് പിയ എന്ന് വരാം. നൗ കോഫി, ചായ ഇതൊക്കെ ഫെമിനിൻ നൗൺ ആണ്, അതുകൊണ്ട് ചായ പി, കോഫി പി എന്നാണ് വരാം. मैंने ചായ പി, मैंने കോഫി പി. ഓക്കെ, ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചു. मैंने न्यूज़पेपर पढ़ा അല്ലെങ്കിൽ मैंने ന്യൂസ് പഠാ എന്ന് പറയാം. ഓക്കെ, ഞാൻ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. मैंने 8 बजे नाश्ता किया. मैंने 8 बजे नाश्ता किया. ഞാൻ 9:30 ഓഫീസിലെത്തി. मैं 9:30 बजे ऑफिस पहुंची അല്ലെങ്കിൽ मैं 9:30 बजे ऑफिस पहुंचा. 9:30 എന്ന് പറഞ്ഞാൽ 9:30. ഓക്കെ, ഞാൻ 1 മണിക്ക് മാനേജറെ കണ്ടു. मैं 1 बजे मैनेजर को मिला. मैं 1 बजे मैनेजर को मिली എന്ന് പറയാം ഫീമെയിൽ ആകുമ്പോൾ.
ഓക്കെ, പാസ്റ്റ് ടെൻസിൽ വരുന്ന സമയത്ത് ടെൻസസ് നമ്മൾ ഫെമിനിൻ നൗണും മാസ്കുലിൻ നൗണിൻ്റെ ബേസിസിലും അല്ലെങ്കിൽ ആരാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മാറാം. ഫോർ എക്സാമ്പിൾ മെയിലാണ് പറയണമെങ്കിൽ ഇപ്പം ഉറങ്ങണന് സോന എന്നാണ് ഹിന്ദിയിൽ പറയാം. അപ്പം അതിൻ്റെ പാസ്റ്റ് ടെൻസ് സോയി എന്നാണ് വരിക, അല്ലെങ്കിൽ സോയ എന്നാണ് വരിക. ഓക്കെ, അത് മെയിലാണോ ഫീമെയിലാണോ എന്നനുസരിച്ച് മാറും. ഇപ്പം ഫീമെയിലാകുമ്പോൾ സോയി, മെയിലാകുമ്പോൾ സോയ. ഇതേപോലെ നമ്മൾ പക്ഷേ വേറെ കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പം ഞാൻ കുടിച്ചു, ഞാൻ ചെയ്തു എന്നൊക്കെ ആണെങ്കിൽ അവിടെ കിയ എന്ന് തന്നെയാണ് വരിക, അല്ലെങ്കിൽ പിയ എന്നാണ് വരിക. കുടിച്ചാണെങ്കിൽ പിയ, ചെയ്തു എന്നാണെങ്കിൽ കിയ. മേനെ കാം കിയ, മേനെ പാനി പിയ എന്നുള്ള രീതിയിലാണ് വരാം. അതിന്റെ പ്രസന്റ് ടെൻസ് വരുന്നത് കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. അതിന്റെ പാസ്റ്റ് വരുമ്പോൾ കിയ എന്ന് വരും. അതിന്റെ ഫ്യൂച്ചർ വരുമ്പോൾ കരേഗ, നമ്മൾ മുമ്പ് എപ്പിസോഡിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ അതിൽ മേം വരുമ്പോ കരൂങ്ക, കരൂങ്കി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ കരേങ്കി. ആ ഒരു രീതിയിലാണ് ആ ഒരു ഡിഫറൻറ്റ് വരിക. ഇപ്പം സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ്. സോന ഉറങ്ങുക, ഉറങ്ങി എന്നുള്ളതിന് സോയി എന്ന് പറയും. ഉറങ്ങും എന്നുള്ളതിന് സോങ്കി അല്ലെങ്കിൽ സോവുങ്ക, സോയേഗ. അവർ എന്നൊക്കെ പറയുമ്പോൾ അവർ, ഞങ്ങൾ എന്നൊക്കെ പ്ലൂരൽ വരുന്ന സമയത്താണെങ്കിൽ സോയേഗ, ആ ഒരു സോയേങ്കി, ആ ഒരു രീതിയിലാണ്, ആ ഒരു ഡിഫറെന്റ് ആണ് വരിക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വേർബ്സ് എപ്പോഴും നമ്മളെ ടെൻസിനനുസരിച്ച് മാറും. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പാസ്റ്റ് ടെൻസിലാണോ സംസാരിക്കുന്നത്, പ്രസൻറ്റിലാണോ, ഫ്യൂച്ചറിലാണോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിക്കാൻ വേണ്ടി കഴിയുക. പക്ഷെ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ്സ് ഡിസൈൻ ചെയ്തതും ഹിന്ദി പ്ലസിൻ്റെ കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തത്. അതായത് മലയാളം അറിയുന്ന നോർത്ത് ഇന്ത്യൻ ട്രെയിനേഴ്സിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെറും 45 ഡേയ്സിൽ ഹിന്ദി പഠിക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ എപ്പിസോഡ്സ് കാണണമെങ്കിൽ നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡ്സും കാണാം. എല്ലാ എപ്പിസോഡ്സ് കാണുന്ന സമയത്ത് കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. പോസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പറയുന്ന അതേ കാര്യം പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെയിലി ലൈഫിൽ ഹിന്ദി സംസാരിക്കാൻ വേണ്ടി കഴിയാം. നമ്മൾ എല്ലാ എപ്പിസോഡ്സിൻ്റെ ഫോമാറ്റിൽ ഈസി സെൻറ്റൻസസ് ആണ് ദാറ്റ് യു യൂസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് കോഴ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് 45 ഡേയ്സും കൊണ്ട് വെറും 4500 ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്തായാലും ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് എന്തായാലും ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കോമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാൻ മറക്കരുത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.